വിപുലമായ വർധനവ് ജനസംഖ്യയിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ വർഷവും ഓരോ ദിവസവും ജനസംഖ്യയിലുണ്ടാകുന്ന വലിയ ഒരു ബൂം ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ മേഖലയിലാണ് ഏറ്റവും അധികം റിഫ്ലക്റ്റ് ചെയ്യപ്പെടുക. ജനസംഖ്യയിലുണ്ടാകുന്ന വർധനവിനനുസരിച്ച് രംഗത്തും ചികിത്സാ രംഗത്തും വർധനവുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിക്കുന്നു, അതുപോലെ തന്നെ നഴ്സുമാരുടെ എണ്ണവും പാരാമെഡിക്കൽ മേഖലകളുടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണവും വർദ്ധിക്കുന്നു, അവരുടെ ഡിമാൻഡ് വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവർക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെൻസിൻ്റെ എണ്ണവും വളരെ വർധനവ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്ന ഒരു മേഖല നമ്മുടെ മുമ്പിൽ വളരെ സാധ്യതകൾ തുറക്കുന്നു. കാരണം 2050 ലോക ജനസംഖ്യ വലിയ ഒരു നമ്പറിലേക്ക് എത്തിച്ചേരുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ജനസംഖ്യ വർദ്ധിച്ച് ലോകത്ത് ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ലോകത്ത് മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം വളരെ വിപുലമാണ്. ആ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോഡക്റ്റുകളുടെ പ്രൊഡക്ഷനിൽ ഏതാണ്ട് ലോകത്ത് 20ാമത്തെ സ്ഥാനം വഹിക്കുന്ന ഇന്ത്യ ഏഷ്യയിൽ തന്നെ 4ാമത് സ്ഥാനം വഹിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. 2022 ഇന്ത്യ ഗവൺമെൻറ് അവതരിപ്പിച്ച ഈ മേഖലയിലുള്ള പുതിയ നയപ്രഖ്യാപനത്തിലൂടെ നമ്മൾ പുതിയ മേഖലകളിലേക്ക് കടന്നു ചെല്ലുകയാണ്. മെഡിക്കൽ എക്യുപ്മെൻറ്റ്, മെഡിക്കൽ ഡിവൈസസ് പോളിസിയുടെ ഫലമായി ഏതാണ്ട് 400 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഇന്ത്യയിൽ ഒരു പുതിയ മെഡിക്കൽ ഡിവൈസ് പാർക്ക് സ്ഥാപിക്കപ്പെട്ടു. ഈ മേഖലയിൽ വലിയ ഒരു വർധനവ് എക്സ്പോർട്ടിംഗ് രംഗത്തും അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടിംഗ് റെഡ്യൂസ് ചെയ്ത് വിദേശ നാണ്യം ലാഭിക്കുന്ന തരത്തിലേക്കുമുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ മികച്ച എഞ്ചിനീയർമാർക്ക് തൊഴിൽ നൽകിക്കൊണ്ട് സാധ്യതകളെ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ലോകമെമ്പാടും ഉപയോഗിക്കുന്ന ബ്ലഡ് ബാങ്കുകളിൽ നല്ലൊരു പങ്കും സംഭാവന ചെയ്യുന്നത് ഭാരതമാണ്. അതേപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ഉപകരണങ്ങൾ, അതേപോലെ തന്നെ ശ്രീചിത്ര വാൽവുകൾ, ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ നിന്ന് സംഭാവന ചെയ്യുന്ന ഒരു വലിയ പ്രോഡക്റ്റാണ്. അപ്പോൾ ഈ മേഖലകളിൽ ധാരാളം സാധ്യതകൾ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇനിയും ധാരാളം സാധ്യതകൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ അപ്പുറത്ത് മാറിക്കിടക്കുന്നു എന്ന കണ്ടെത്തലിൻ്റെ സർക്കാർ ഇടപെടലിൻ്റെ ഫലമാണ് ഇത്തരത്തിലുള്ളൊരു പോളിസിയും അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തന രംഗത്തുള്ള മുന്നേറ്റങ്ങളും. അവിടെ നമുക്ക് ധാരാളം മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് വേണം. ഇപ്പോൾ റോബോട്ടിക് സർജറി വരുമ്പോൾ റോബോട്ടിക് ഓട്ടോമേഷൻ പോലുള്ള മേഖലകളിൽ ധാരാളം എക്യുപ്മെൻറ്റ്സ് നമുക്ക് ആവശ്യമായിട്ട് വരും. അതേപോലെ തന്നെ ഹാർട്ട് സർജറി ചെയ്യുന്ന സമയത്ത് ഹാർട്ട് ലങ് മെഷീൻ എന്ന് പറയുന്ന മെഷീൻ ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ ഇൻഫ്യൂഷൻ പമ്പുകൾ നമുക്ക് ആവശ്യമാണ്, BP മോണിറ്ററിംഗ് മെഷീൻ നമുക്ക് ആവശ്യമാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള മേഖലകളിൽ ഒട്ടനവധി എക്യുപ്മെൻറ്റ്സ് നമുക്ക് ആവശ്യമാണ്. വെൻറ്റിലേറ്ററുകൾ ആവശ്യമാണ്. ഇതെല്ലാം ഓക്സിമീറ്ററുകൾ പോലുള്ള ചെറിയ ഡിവൈസുകൾ മുതൽ വലിയ വലിയ വെൻറ്റിലേറ്ററുകൾ വരെയുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീനറീസ് വരെ നമുക്ക് ആവശ്യമാണ് ചികിത്സാ രംഗത്ത് എന്ന തിരിച്ചറിവ്. ഒരു കട്ടിലിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്തെല്ലാം എക്യുപ്മെൻസിനെയാണ് ഇന്ന് ഒരു ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലോ ഇൻറ്റൻസീവ് കൊറോണറി കെയർ യൂണിറ്റിലോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു ആംബുലൻസിൽ തന്നെ നമ്മളൊരു ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് സിസ്റ്റമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ന് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അവിടെയൊക്കെ വളരെയധികം സാധ്യതകളാണ് ഈ മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർക്കുള്ളത്. ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച് പാസ്സായി പുറത്തേക്ക് ഇറങ്ങുന്ന ഒരാൾക്ക്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച് പാസ്സായി പുറത്തിറങ്ങുന്ന ഒരാൾക്ക് മെഡിക്കൽ മേഖലയിലെ ആവശ്യകതകളുമായിട്ട് ഒരു സ്കിൽ ഗ്യാപ്പ് എപ്പോഴും ഉണ്ടാവും, ഒരു എക്സ്പീരിയൻസിൻ്റെ കുറവ് അവർക്ക് എപ്പോഴും ഉണ്ടാവും. ഒരു മെക്കാനിക്കൽ ഡിവൈസ് എന്ന് പറയുമ്പോഴത്തേക്കും ജീവൻ നിലനിർത്തുന്നതിനുള്ള ഒരു ലൈഫ് സപ്പോർട്ട് ഡിവൈസായിട്ട് മാറുമ്പോൾ അതിനകത്ത് കുറച്ച് ബയോസയൻസിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നു, അല്ലെങ്കിൽ ലൈഫ് സയൻസിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. ഇത് വിവിധ മേഖലകളായിട്ട് തിരിയുന്നുണ്ട്. വീണ്ടും നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ശരീരത്തിൻ്റെ ഇൻറ്റേർണലായിട്ടുള്ള പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ സർജറി പോലുള്ള ആവശ്യങ്ങൾക്ക് വൺ ടൈം യൂസ് ചെയ്യുന്ന, അതുമല്ല എങ്കിൽ എക്സ്റ്റേണലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ ലിംബ് പോലെയുള്ള സാധ്യതകളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ വിവിധ മേഖലകൾ. അതിനുമപ്പുറത്തേക്ക് വെറ്റിനറി മേഖലകളിൽ മറ്റ് തരത്തിലുള്ള ലൈഫ് സപ്പോർട്ടുകൾ, ഇപ്പോൾ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് പല ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും അതിനുള്ള കിയോസ്കുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നൽകാൻ കഴിയുന്ന സപ്പോർട്ട് നൽകാൻ കഴിയുന്ന മെഷീനറികൾ ആവശ്യമാണ്. അതിന് ആൾക്കാരെ ട്രെയിൻ ചെയ്ത് അവിടെ ഇരുത്തേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മേഖല ഇവിടെയൊക്കെ നമുക്ക് മെഡിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ കഴിയും.
അതൊരു സൂചിയിൽ തുടങ്ങി വലിയ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീനറികളിൽ വരെ, വെൻറ്റിലേറ്ററുകൾ വരെയുള്ള മെഷീനറികൾ വരെ നമുക്കിത് കാണാൻ കഴിയും. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് വിപുലമായ വളർച്ചയാണ് നമ്മുടെ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ പ്രധാനമായിട്ടും മൾട്ടിപ്പിൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ പോലുള്ള പുതിയ മേഖലകളിലേക്ക് കടന്നു ചെല്ലുന്നു. അവിടെയൊക്കെ മെഷീനറിയാണ് ആ സമയത്ത് ഈ മനുഷ്യൻ്റെ ജീവൻ സപ്പോർട്ട് ചെയ്ത് നിലനിർത്തുക, ഡോണറുടെ ജീവൻ സപ്പോർട്ട് ചെയ്ത് നിലനിർത്തുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയൊക്കെ വളരെ സ്കിൽഫുള്ളായിട്ടുള്ള ആൾക്കാരുടെ സേവനം നമുക്ക് ആവശ്യമാണ്. പുതിയ പുതിയ മെഷീനറികൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ, അത് പ്രവർത്തിപ്പിക്കുന്നതിൽ, അത് സർവീസ് ചെയ്യുന്നതിൽ. അത് MRI സ്കാനിങ് മെഷീനാകാം, അതേപോലെ തന്നെ ഡിജിറ്റൽ എക്സ്റേ സിസ്റ്റം ആകാം, മറ്റു പലതരത്തിലുള്ള ഡിവൈസുകളാകാം, ബെഡുകളാകാം, അതുപോലെ തന്നെ വീൽ ചെയറുകളാകാം. ഇതെല്ലാം സ്വാഭാവികമായിട്ടും ഡെവലപ്പ് ചെയ്യുകയും ഓരോ ദിവസവും പുതിയ പുതിയ സാധ്യതകളെ അപ്ലൈ ചെയ്യുകയും ചെയ്യുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അവിടെയാണ് ഈ എഞ്ചിനീയറിംഗ് മേഖലയുടെ വിപുലമായ സാധ്യതകൾ നമുക്കുള്ളത്. ലോകത്തെമ്പാടുമുള്ള ബിസിനസ് മേഖലയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള രാജ്യങ്ങൾ US-ഉം അതുപോലെ തന്നെ UK-യും കാനഡയും അടക്കമുള്ള രാജ്യങ്ങളാണ്. അവിടേക്കാണ് നമ്മളുടെ ഇന്ത്യയുടെ സാധ്യതകൾ നമ്മൾ കണ്ടെത്തേണ്ടത്. നമ്മൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം മതിയായ നിലവാരമുള്ള ട്രെയിൻഡായിട്ടുള്ള ടെക്നിക്കൽ നോഹൗ ഉള്ള എൻജിനീയേഴ്സിൻ്റെ അഭാവമാണ്. അവിടേക്ക് ആ അഭാവത്തെ നമുക്ക് മറികടക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും +2 കഴിഞ്ഞ എൻജിനീയറിംഗ് സ്ട്രീമിലോ അല്ലാതെയോ പഠിച്ചിറങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് ഉപരിപഠനത്തിനുള്ള സാധ്യതകളെ ഉപയോഗപ്പെടുത്താനും മെഡിക്കൽ എൻജിനീയറിംഗിലേക്ക് ഡയറക്റ്റ് BTech അടക്കമുള്ള മേഖലകളിലേക്ക് കടന്നു ചെല്ലാനുമുള്ള അവസരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. എൻജിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷനൊക്കെ ക്വാളിഫൈ ചെയ്തിട്ട് ഒരാൾക്ക് വേണമെങ്കിൽ, പക്ഷേ അവർക്ക് ഒരു ബയോളജിക്കൽ തീമിൽ കൂടി പഠിച്ചു പോകാനുള്ള താല്പര്യം കൂടി ഉണ്ടായിരിക്കണം. പലപ്പോഴും എൻജിനീയറിംഗ് മേഖലയിലേക്ക് വരുന്ന കുട്ടികൾക്ക് ലൈഫ് സയൻസ് ഇഷ്ടമല്ലാതെ എൻജിനീയറിംഗ് മേഖലയിൽ വരുന്നവരായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് പക്ഷേ ഇവിടെ ചില പ്രോബ്ലംസ് നേരിടേണ്ടി വരും. അപ്പോൾ ലൈഫ് സയൻസും കൂടി ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കണം, ഒരു മെഡിക്കൽ മേഖലയിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ഒരാൾ കൂടി ആയിരിക്കണം ഒരർത്ഥത്തിൽ ഈ മേഖലയിലേക്ക് കടന്നു വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിന് കേരളത്തിൽ വളരെ പ്രശസ്തമായ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തിരുവനന്തപുരം. വെല്ലൂർ മെഡിക്കൽ കോളേജിൻ്റെ സഹായത്തോടുകൂടെ IIT ചെന്നൈയുമായിട്ടൊക്കെ ചേർന്നുകൊണ്ട് അവർ നടത്തുന്ന വളരെ വിപുലമായ ഒരു MSc പ്രോഗ്രാമുണ്ട്. ഈ തരത്തിൽ നമുക്ക് മെഡിക്കൽ എൻജിനീയറിംഗ് മേഖലയിൽ വളരെ മികച്ച പഠനം ലഭിക്കുന്നതിന്, നല്ല ട്രെയിനിങ് ലഭിക്കുന്നതിന് നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ താല്പര്യമുള്ള BTech പാസ്സായ ഗേറ്റ് സ്കോറുള്ള കുട്ടികൾക്ക് അവരുടെ മികച്ച ഒരു അക്കാഡമിക് മികവ് പുലർത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഗേറ്റ് സ്കോറിനെ ബേസ് ചെയ്തിട്ട് BTech പാസ്സായ കുട്ടികൾക്ക് ഇവിടെ അഡ്മിഷൻ എടുത്ത് പഠിക്കാൻ കഴിയും. സാധ്യതകൾ വളരെ വിപുലമാണ്. വളരെ അധികം മികച്ച അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. വളരെ വിപുലമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മേഖലയിൽ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള മെഡിക്കൽ എക്യുപ്മെൻറ്റ് ഡിവൈസ് പാർക്കുകളൊക്കെ നമ്മൾ സ്ഥാപിക്കുന്ന കോടിക്കണക്കിന് രൂപ മേഖലയിൽ നൂറുകണക്കിന് കോടി രൂപ അവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് അവിടെ വിപുലമായ സാധ്യതകൾ ഉണ്ട്. തൊഴിൽ വളർച്ചയ്ക്ക്, തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നതിന് വിദേശ രാജ്യങ്ങൾ ഒരുക്കുന്ന സാധ്യതകളും വളരെ വിപുലമാണ്. സാധ്യതകൾ വളരെ ഏറെയാണ്. ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അവിടെയെല്ലാം കുട്ടികൾക്ക് സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ മാത്തമാറ്റിക്കൽ, ലോജിക്കൽ, റീസണിങ് മേഖലകളിൽ ഒരു അത്യാവശ്യം അവഗാഹമുള്ള, മികവുള്ള, ലൈഫ് സയൻസിൽ നല്ല താല്പര്യമുള്ള, ടെക്നിക്കൽ നോഹൗ നേടാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഓപ്റ്റ് ചെയ്യാൻ കഴിയുന്ന, വരും കാലഘട്ടത്തിൻ്റെ ഒരുപക്ഷെ ഇനിയുള്ള കാലത്ത് വളരെ മികച്ച രീതിയിൽ വളർന്ന് മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ് മെഡിക്കൽ എക്യുപ്മെൻറ്റ് മേഖലയുടെ നിർമ്മാണ, വികസന, ഡിസൈനിങ് മേഖലകൾ, സർവീസിംഗ് മേഖലകൾ, സെയിൽസ് മേഖലകളൊക്കെ തന്നെ. കോടിക്കണക്കിന് രൂപയുടെ ടേൺ ഓവർ കിട്ടുന്ന വലിയൊരു ബിസിനസ് മേഖലയായിട്ട് ഇത് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നമ്മുടെ അവസരങ്ങളെ ഒരിക്കലും നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. ആ സാധ്യതകളെ പ്രോപ്പറായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി ഉപകരണങ്ങളുടെ ശ്രേണിയിലേക്ക് പുതിയ സാധ്യതകളെ നമുക്ക് കണ്ടെത്താൻ കഴിയണം. അവിടെ ഓട്ടോമേഷൻ്റെയും അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ആധുനിക കാലഘട്ടത്തിൻ്റെ സാങ്കേതിക വിദ്യകളെയും കൊണ്ടുവരാനും നാനോ ടെക്നോളജി ഉൾപ്പെടെയുള്ള ആപ്ലിക്കേഷനുകളിലൂടെ
മെഷീനറികളുടെ വലിപ്പം കുറയ്ക്കാനും ഒക്കെ ആക്യുറസി വർദ്ധിപ്പിക്കാനും ഒക്കെ നമുക്ക് കഴിയണം. കാരണം ആക്യുറസി വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ് മെഡിക്കൽ ചികിത്സാ രംഗത്ത്. അതിനൊക്കെ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ലോകം നമുക്ക് സമ്മാനിക്കുന്ന ഒരു ഭാവിയുടെ അനന്ത സാധ്യതകൾ തന്നെ നമുക്ക് തുറന്നു തരുന്നൊരു മേഖലയായിരിക്കും മെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ളതിൽ ഒരു സംശയവും നമുക്ക് ആവശ്യമില്ല.